ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടയാണ് നമ്മുടെ ഇന്നത്തെ പലഹാരം. അട കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അടയാണെന്ന്. പക്ഷേ ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാഗിയുടെ അടയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. റാഗിയുടെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ റാഗി അടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ പകുതി മതി. ഇപ്പോൾ 1.5 കപ്പ് റാഗിപ്പൊടി എന്ന് പറയുമ്പോൾ 175 ഗ്രാം ശർക്കര ഉണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. 150 ഗ്രാം എടുത്താലും മതി. പിന്നെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് കൂടുതൽ ഫില്ലിംഗ് വേണ്ടി വരും, ചില ആളുകൾക്ക് കുറച്ച് ഫില്ലിംഗ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുന്നതനുസരിച്ച് തേങ്ങയുടെ അളവിലും വ്യത്യാസം വരുത്താം. അപ്പോൾ ഇത് വറുത്ത റാഗിപ്പൊടിയാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ചൂട് പാനിലിട്ടിട്ട്, എന്നാലേ നമ്മുടെ അട കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്തതല്ല പൊടിയെങ്കിൽ കൂടുതൽ സമയം വറുത്തെടുക്കേണ്ടി വരും കേട്ടോ. വറുത്ത പൊടിയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് അട ഉണ്ടാക്കില്ലേ, ആ അട ഉണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിലാണല്ലോ. അതുപോലെ തന്നെ ഇതും ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ പൊടി കുഴച്ചെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഈ പൊടി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ റാഗിപ്പൊടി ഇതാ ഇപ്പോൾ 2 മിനിറ്റ് ആയി നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പൊടി കുഴയ്ക്കുമ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കില്ലേ, ആ പാകത്തിൽ കുഴച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അട. ചൂടുവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുഴയ്ക്കുന്നത്. കൈ ഉപയോഗിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ചൂട് മാറി വരുമ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് അതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൊടി ഇതാ നമ്മൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് താഴ്ന്നു പോകുന്ന അത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടി നമുക്ക് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടാണ് ഇനി അട പരത്തിയെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ശർക്കര പാനി ഒഴിക്കാൻ പോവാണ്. ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എത്ര തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഫില്ലിംഗ് ഉണ്ടാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് അടയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഈ ശർക്കരപ്പാനിയും തേങ്ങയും ചേർന്ന് നന്നായിട്ട് മിക്സായി ശർക്കരപ്പാനി ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ വറ്റി
റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കി ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ആന വന്നപ്പോൾ ആനയെ കാണാൻ പോയി. അപ്പോൾ ആനയൊക്കെ കണ്ടിട്ട് വന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചത് ചേർക്കാം. ഏലക്ക മിക്സിയിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഏലക്ക കടിക്കാൻ കിട്ടില്ല, നമുക്കിതുപോലെ ഈ തൊലി കടിക്കേണ്ടി വരില്ല. എല്ലാവർക്കും അടയിൽ ഏലക്കയുടെ തൊലി കടിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, നമുക്ക് സ്പൂണിൽ കോരി ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന പാകത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇത് കണ്ടോ, നമ്മൾ പാനിൽ നിന്ന് ഒരു സൈഡിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ ആ നീങ്ങി പോകുന്ന പാകത്തിലായിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ അട പരത്തി തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വാഴയിലൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് കുറച്ചായിട്ട് എടുത്ത് പരത്തി തുടങ്ങാം. കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നനഞ്ഞ കൈ ഉപയോഗിച്ച് ഇങ്ങനെ പരത്തി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം അടുത്തെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. എത്രത്തോളം നമുക്ക് തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കറക്കി കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ മറ്റുള്ള അടകളുടെ വീഡിയോയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അട പരത്തുക എന്നുള്ളത്. വളരെ കുറച്ച് പേർക്ക്, ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെയാണ് അട പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാതെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. എല്ലാ സൈഡിലേക്കും ഒരുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു ഹാഫ് പോർഷനിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. നമ്മുടെ ഫില്ലിങ് കുറച്ച് തിക്കായി കുറച്ച് സമയം ഇരുന്നപ്പോൾ അപ്പോൾ നമുക്കൊന്ന് പതുക്കെ വിരലുപയോഗിച്ച് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു ഹാഫ് പോർഷനിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരട റെഡിയായി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള അടയെല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഈ ഒരു അളവിൽ ഞാൻ പരത്തിയ വലിപ്പത്തിലാണ് നിങ്ങൾ പരത്തിയെടുക്കുന്നതെങ്കിൽ 6 അടയ്ക്കുള്ള മാവ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടി എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്ന അടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിളച്ച് ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിളച്ച് ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് 20 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അട കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ അട 20 മിനിറ്റ് കഴിഞ്ഞ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ തുറന്നു കഴിഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇല വിട്ട് പോരുന്നുണ്ടെങ്കിൽ മാത്രമേ കുക്കായി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇല വിട്ട് പോരുന്നില്ലെങ്കിൽ കുക്കായിട്ടില്ല. ഇത് കുക്കിംഗ് അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇല ഒന്ന് തുറന്ന് നോക്കുക. ഈസി ആയിട്ട് വിട്ട് പോരുന്നുണ്ടെങ്കിൽ അട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു അട ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അടയുടെ ഗുണങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആവിയിൽ വേവിക്കുന്ന എല്ലാ പലഹാരങ്ങളും ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് റാഗിയുടെ അട എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്നതാണ്. ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് ഷുഗർ ഉണ്ടെങ്കിൽ കഴിക്കണ്ട. ചെറിയ അളവിൽ ഷുഗർ ഉള്ളതെന്നുണ്ടെങ്കിൽ
ചെറിയ അളവിൽ മധുരം ചേർത്ത് ഇതുപോലെ അട ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വല്ലപ്പോഴും ഒക്കെ, എപ്പോഴും പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം റിച്ച് ആണ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 6 മാസമായ കുട്ടികൾക്ക് മുതൽ റാഗിപ്പൊടി കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ 2-3 വയസ്സായ കുട്ടികൾക്ക് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ കഴിക്കാവുന്നതാണ് ഈ അരട. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.